വെൽക്കം ടു ധൻ മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ധന്നിൻ്റെ ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്നൊരു ഓർഡർ സ്റ്റാറ്റസ്. ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്നത് വലിയ ബിഗ് ഓർഡേഴ്സൊക്കെ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ്ബർഗ് ഓർഡറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു മല, സമുദ്രത്തിൽ ഐസ്ബർഗ് വലിയൊരു മല താഴെ ഉണ്ടാവും, മുകളിൽ അതിൻ്റെ ഒരു ടിപ്പ് മാത്രം കാണാൻ കഴിയുന്നതിനെയാണ് ഐസ്ബർഗ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻസ് അല്ലെങ്കിൽ വലിയ ഓർഡേഴ്സൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഈക്വിറ്റി ബൈ ചെയ്യുകയാണ്, അത് MTF ആയിക്കോട്ടെ, ഇൻട്രാഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെലിവറി പൊസിഷൻസിലേക്ക് ആണെങ്കിലും ആയിക്കോട്ടെ, വലിയ ക്വാണ്ടിറ്റീസൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ, കാരണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർഡേഴ്സിന് അത്രയും തന്നെ നമ്മൾ ബൈ ഓർഡർ കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകണം നിർബന്ധമില്ല. ചിലപ്പോൾ അതിൻ്റെ പാക്കറ്റ് സൈസസ് ആയിട്ടായിരിക്കും നമുക്ക് ലഭ്യമാവുക. അതിന് നമ്മൾ തന്നെ കൃത്യമായ രീതിയിൽ മാനുവലി അതിനെ ഇത്ര നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻഫോസിസിൻ്റെ ഒരു 5000 ക്വാണ്ടിറ്റി നിങ്ങൾ ബൈ ചെയ്യാൻ പോവുകയാണെന്ന് ഉദ്ദേശിച്ചു. 5000 ക്വാണ്ടിറ്റീസ് നമ്മൾ ഒറ്റ ഓർഡറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നമ്പർ ഓഫ് ഒരേ ലോട്ടിൽ സെല്ല് ചെയ്യുന്നവരുണ്ടാവില്ല. അപ്പോൾ കുറച്ച് അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ ഒരു 25 ലെഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 100 ലെഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഓരോ ഓർഡറും 5 സ്റ്റോക്സ് വെച്ചിട്ട്. ഇനി അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്ന നേരത്തും നിങ്ങൾക്ക് അതേമാതിരി ബിഗ് നമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോഴും പെട്ടെന്ന് സെല്ലാകാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ വരും. ഇത്തരം പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഓർഡേഴ്സിന് നിങ്ങൾക്ക് ഐസ്ബർഗ് ഓർഡറായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നിങ്ങൾക്ക് പോസിബിളായിട്ട് സാധിക്കും. മോസ്റ്റ്ലി മറ്റ് നോർമൽ ഓർഡേഴ്സിനേക്കാളും നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂഷൻ സാധിക്കും. അത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ ഇനിയൊരു സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾക്ക് നമ്മുടെ ഒരു അറ്റ് എ ടൈമിൽ നമുക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 1000 ലോട്ട്സ് ഒക്കെ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ചില ലിമിറ്റ്സ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റിക്ക് ലിമിറ്റ്സ് ഉണ്ട്. അത്ര ലിമിറ്റ്സിനെ ഓവർകം ചെയ്യാനും നിങ്ങൾ വലിയ ട്രേഡേഴ്സിനൊക്കെ അവർക്ക് 10,000 ലോട്ട്സ്, 20,000 ലോട്ട്സ്, 25,000 ലോട്ട്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്, മിനിമം ആയിട്ടൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അത്തരക്കാർക്കൊക്കെ ഐസ്ബർഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഏർലിയർ തന്നെ ഐസ്ബർഗ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അതിനെ പരിഷ്കരിച്ചിട്ട് ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ബർഗ് പ്ലസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ്ലി ഐസ്ബർഗ് ഓർഡർ എങ്ങനെ എക്സിക്യൂട്ട് ആയിരുന്നു എന്ന് വെച്ചാൽ ക്യൂയിങ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ ക്വാണ്ടിറ്റീസ് എൻറ്റർ ചെയ്തിട്ട് നമ്മൾ ഐസ്ബർഗ് സ്പ്ലിറ്റ് നമ്മൾ എത്ര ലെഗ് വെച്ചിട്ട്, ഇപ്പോൾ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 25 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓർഡർ പോകണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഡർ എക്സിക്യൂഷൻ എങ്ങനെ നടക്കുക? 1 by 1, 1, 2, 3, 4, 5 എന്നുള്ള 1 by 1 ആയിട്ടായിരുന്നു എക്സ്ചേഞ്ചിലേക്ക് ആ ഓർഡർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സൈമൾട്ടേനിയസ്ലി തന്നെ എത്ര ലെഗ് നിങ്ങൾ കൊടുത്താലും അത്രയും ലെഗ് ഒരുമിച്ച് തന്നെയാണ് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്ലൈസസ് ആയിട്ട് അതിനെ പുഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ചാൽ, ഏർലിയറിൽ ഈ ഐസ്ബർഗ് എന്ന് പറയുന്ന സിസ്റ്റം ദൻ ഫോളോ ചെയ്തിരുന്ന സമയത്ത് ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ട് വരാൻ ഏതാണ്ട് 6 സെക്കൻഡോളം എടുത്തു. അപ്പോഴും 6 സെക്കൻഡ്സേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഐസ്ബർഗ് പ്ലസ് വന്നതോടുകൂടി അത് 60 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ 600 മില്ലി സെക്കൻഡ് 60 മില്ലി സെക്കൻഡ്സ് ആയിട്ട് അത് കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ഫാസ്റ്റാണ്, 1 സെക്കൻഡിനും താഴെയാണ് ഈ പറയുന്ന എത്ര ലെഗ്സ് നിങ്ങൾ 100 ലെഗ്സ് എടുത്താലും 100 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 1 സെക്കൻഡിനും താഴെയുള്ള ടൈമിൽ അത്രയും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയി എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കലി പ്രോവൺ ആക്കിയിട്ടുണ്ട് ധൻ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഐസ്ബർഗ് പ്ലസിനെ പറ്റി മനസ്സിലാക്കുക. നമുക്കിനി സ്ക്രീൻ റെക്കോർഡറിലേക്ക് പോകാം. സ്ക്രീനിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഐസ്ബർഗ് ഓർഡർ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് അവർ സ്ക്രീൻ നൗ ഗൈസ്. അപ്പോൾ നമ്മൾ ഐസ്ബർഗ് ഓർഡറിൻ്റെ ഐസ്ബർഗ് പ്ലസ് ഓർഡർ എന്നാൽ എങ്ങനെ നമുക്ക് ഓർഡറിനെ സ്ലൈസ് ചെയ്യാമെന്നുള്ളതാണ്
നമുക്കിപ്പോൾ ആദ്യം ഒരു ഇക്വിറ്റിയിൽ നമുക്ക് നോക്കാം. ഇൻഫോസിസിൻ്റെ എടുത്ത് നോക്കൂ. ഇൻഫോസിസ്, ഞാനിപ്പോൾ ഇൻഫി എന്ന് നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഏർലിയർ വീഡിയോസിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡെഫിനറ്റ്ലി അത് കണ്ടിട്ട് വേണം ഇത്തരം വീഡിയോസ് കാണാൻ. അത് നിങ്ങൾ മറക്കരുത്. പ്രീവിയസ്ലി ഉള്ള വീഡിയോസ് എല്ലാം പിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം നമ്മുടെ വീഡിയോസ് ലിസ്റ്റിൽ തന്നെ 1 by 1 ആയിട്ട് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇൻഫോസിസ് ഞാൻ എന്താ സെലക്ട് ചെയ്തു. NSEയിൽ ഞാനിവിടെ ബൈ കൊടുത്തു. ബൈ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഐസ്ബർഗ് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ, ഇതാ മാർക്കറ്റ് ഓർഡർ എടുത്തു, ലിമിറ്റ് ഓർഡറിൽ കാണുന്നുണ്ടോ ഇല്ല, ട്രിഗർ ഓർഡറിൽ കാണുന്നുണ്ടോ ഇല്ല, സൂപ്പർ ഓർഡറിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? കാരണം ഇതിന് നമ്മൾക്കൊരു ക്വാണ്ടിറ്റിക്ക് മേളിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് വർദ്ധിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈയുടെ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 25,000 ആൻഡ് എബോ ആണെങ്കിൽ മാത്രമേ ഐസ്ബർഗ് ഓട്ടോമാറ്റിക്കലി ഐസ്ബർഗ് ഫെസിലിറ്റി അവിടെ ഓൺ ആകത്തുള്ളൂ. ഇപ്പോൾ ക്വാണ്ടിറ്റി 1 എന്ന് കാണുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഐസ്ബർഗിൻ്റെ ഒരു ഫെസിലിറ്റി കാണാൻ കഴിയുന്നില്ല. നത്തിങ് ടു വറി, ബിക്കോസ് അത് ഒന്നിന് എത്രയാ കോസ്റ്റ്? 1472 രൂപ. നമ്മുടെ ഐസ്ബർഗ് ഓപ്പൺ ആകണമെങ്കിൽ എന്തൊക്കെ വേണം? ഏതർ കണ്ടീഷൻ 25,000 ആൻഡ് എബോവ് വാല്യൂ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മോർ ദാൻ എന്താ പറയുക, ലിമിറ്റ് ക്വാണ്ടിറ്റിക്ക് മേളിൽ നമുക്ക് വരണം. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 1ന് പകരം ഞാനിവിടെ 50 എന്ന് കൊടുത്തു. നോക്കൂ, ഇൻസ്റ്റൻ്റ്ലി തന്നെ ഇവിടെ ഐസ്ബർഗ് ഓർഡർ കണ്ടോ? ഐസ്ബർഗ് ഓർഡർ എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ ഐസ്ബർഗ് ഞാൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലെഗ്, നമ്പർ ഓഫ് ലെഗ്സ് എന്ന് ചോദിക്കുക. ലെഗ് എന്ന് പറയുന്നത് ഒരു ഓർഡർ. ഇപ്പോൾ 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഓർഡറായിട്ട് തന്നെ 50 എണ്ണം സെൻഡ് ചെയ്യാമെന്ന് അർത്ഥം. അതുവേ ഞാനിവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ, ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? 15 ക്വാണ്ടിറ്റി എനിക്ക് റിക്വയർമെൻ്റ് ഉണ്ട്. അത് എത്ര ഓർഡേഴ്സായിട്ട് അയക്കണം? 10 ഓർഡേഴ്സായിട്ട് അയക്കണം എന്നുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നോർമലി 50s ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഐസ്ബർഗ് ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 50ക്ക് പകരം നിങ്ങൾ 5,000 കൊടുത്തെന്ന് വെച്ചോളൂ. 5,000 ആണെങ്കിലോ അത് ബിഗ് ഓർഡർ ആയില്ലേ? നോക്കൂ, വാല്യൂ വൈസ് നോക്കുകയാണെങ്കിൽ എത്ര വേണ്ടി വരും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ? അത് 73 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 73 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങാണ്. അപ്പോൾ 5000 ക്വാണ്ടിറ്റി 73 lakhsന്. അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ഒരൊറ്റ ഓർഡറായിട്ട് ചിലപ്പോൾ അത്രയും തന്നെ ലഭ്യമായി എന്ന് വരത്തില്ല. സോ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഐസ്ബർഗ് ഇവിടെ ഇപ്പോൾ ലെഗ് നമുക്ക് ഇപ്പോൾ 5,000-ന് ചിലപ്പോൾ ഒരു 500 വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിഗറായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 എന്ന് കൊടുക്കുക. 10 legs എന്ന് പറയുമ്പോൾ എത്രയാണ്? 5,000 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 500 അല്ലേ? അപ്പോൾ ഓരോ ഓർഡറും 500 എന്ന് പറയുന്നൊരു ലെവലിലേക്ക് ആ ഓർഡർ സ്പ്ലിറ്റ് ആകുകയും അത് സൈമൾട്ടേനിയസ്ലി മാർക്കറ്റിലേക്ക് ചെന്ന് ഹിറ്റ് ആകുകയും 500 വെച്ചിട്ടോ ആ ലെവൽ 500-ന് മേളിൽ ആരൊക്കെ ട്രേഡ്സ് ക്വാണ്ടിറ്റി വിൽക്കാനുണ്ടോ അതിൽ നിന്നൊക്കെ ഈ ഓർഡേഴ്സ് നമുക്ക് ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് വൺ തിങ് ഫോർ ഈക്വിറ്റീസ്. ഇനി ഓപ്ഷൻസിലും ഇത് തന്നെ നമുക്കിപ്പോൾ നിഫ്റ്റി എടുത്ത് നോക്കാം. നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് സ്ട്രൈക്ക് പ്രൈസസിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ 25,600 എന്ന് പറയുന്ന സ്ട്രൈക്കിൽ കോളുണ്ട്, പുട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ കോൾ ഓപ്ഷൻ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് എനിക്ക് സൂപ്പർ ഓർഡർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സൂപ്പർ ഓർഡർ വരുന്നുണ്ട്. സൂപ്പർ ഓർഡർ എന്നാൽ എന്തെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ. ഓക്കെ, ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യണം, അല്ലെങ്കിൽ ലിമിറ്റിൽ ബൈ ചെയ്യണം, ഈവൻ ട്രിഗറിൽ ബൈ ചെയ്യണം. അതെന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ നോക്കൂ, ലോട്ട് ഇപ്പോൾ 1 കാണിച്ചിരിക്കുന്നത് അല്ലേ? 1 ലോട്ടിന് പകരം 1 കാണിക്കുമ്പോൾ ഐസ്ബർഗിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതുവരെ ഞാനിപ്പോൾ 1000 കൊടുത്ത് നോക്കൂ. 1000 കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ലെഗ് എത്രയായിട്ട് മാറി? 42 legs ആയിട്ട് അത് കൺവേർട്ടായി.
അത് നമുക്ക് 42 ലെഗ്സ് ആയിട്ട് കാണുമ്പോൾ ഫ്രീസ് ലിമിറ്റ് എന്നൊരു സാധനമുണ്ട് കേട്ടോ. ഫ്രീസ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ച് ഒരു പർട്ടിക്കുലർ ഓർഡർ, ഇപ്പോൾ ഓപ്ഷൻസിന് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഫ്രീസ് ലിമിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിന് മേളിൽ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐസ്ബർഗ് ആയിട്ട് അത് മാറ്റി വേണം നമുക്ക് ഓർഡറിലേക്ക് പോകാൻ. നിങ്ങൾക്ക് അത്തരം വിഷയങ്ങളൊക്കെ ആര് ചെയ്തോളും, ദെൻ ഓട്ടോമാറ്റിക്കലി തന്നെ അത് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് 1000 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ലെഗായിട്ട് അത് കൺവേർട്ട് ആകുന്നു നോക്കൂ, 42 ആയിട്ട് കൺവേർട്ട് ആകുന്നു കണ്ടോ. ഞാനത് 30 എന്ന് കൊടുത്ത് നോക്കിയാലോ, അത് റെഡ് കളറിൽ കാണിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് ഡിഫോൾട്ടായിട്ട് ഫ്രീസ് ലിമിറ്റിൻ്റെ ലെവലിൽ നിന്ന് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആകണമെങ്കിൽ മിനിമം എത്ര ലെഗിലേക്ക് അത് പോകണം, 42 എന്ന് പറയുന്ന ലെഗിലേക്ക് പോകണം. അപ്പോൾ ഇതുവേ ഞാനിപ്പോൾ ഒരു 1200 ലോട്ടാണെങ്കിലോ നോക്കൂ, ഓട്ടോമാറ്റിക്കലി ആ ലെഗ് എത്രയായിട്ട് മാറി, 50 ആയിട്ട് മാറി കണ്ടോ. ഇവിടെ 50 ആയിട്ട് മാറി കണ്ടോ. അപ്പോൾ 50 ലെഗ്സ് അത് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ ഓർഡേഴ്സിനെ ഡിഫറെൻറ്റ് ലെഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആസ് പെർ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് പ്രകാരം അത് ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ചെയ്ത് ബിഗർ ഓർഡേഴ്സിന് നമുക്ക് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഓർഡർ എക്സിക്യൂഷനിലേക്ക് വിടാം. സോ ഇത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലിമിറ്റ് ഓർഡറിലേക്ക് പോയാലും ഇതേ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കണ്ടോ, 50 ആയി. ട്രിഗർ ഓർഡേഴ്സിലേക്ക് പോയാലും അവിടെ സ്ലൈസസ് ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് ലിമിറ്റ് ഓർഡർ എന്നാൽ എന്ത്, മാർക്കറ്റ് ഓർഡർ, ട്രിഗർ ഓർഡർ, സൂപ്പർ ഓർഡർ, ഇതിനെല്ലാറ്റിനെയും പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്, കാണുക കണ്ടോ. ട്രിഗർ ഓർഡർ വരുമ്പോഴേക്കും നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഐസ്ബർഗ് ഓർഡർ വിൽ വർക്ക് ഇൻ ദൻ. അപ്പോൾ ദന്നിൻ്റെ ഐസ്ബർഗ് ഓർഡർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ഓർഡേഴ്സ് അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ എമൗണ്ട് മിനിമം 25,000 ആൻഡ് എബോവിൽ നിങ്ങൾ വാല്യൂ ബേസ്ഡ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഫ്രീസ് ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും അറിയണ്ട, ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ ഫ്രീസ് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിന് എത്ര ലെഗ്സ് ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡേഴ്സ് എക്സ്ചേഞ്ചിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ഐസ്ബർഗ് വർക്ക്സ്. താങ്ക് യു, ഹാപ്പി ട്രേഡിംഗ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഡൗട്ട്സും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പേര് ജയകൃഷ്ണൻ. Thank you. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.